ഞാൻ നിഷാദാണ്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഷുറൻസ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള റവന്യൂ അക്കൗണ്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഒരു പ്രോബ്ലം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു പയനീർ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് പ്രിപ്പയർ റവന്യൂ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 March 2019. അതിൽ പ്രീമിയം ഓൺ ഡയറക്റ്റ് ബിസിനസ് കാണുന്നുണ്ട്, പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ്, പ്രീമിയം ഓൺ ഇൻഷുറൻസ് സീഡഡ് വരുന്നുണ്ട്, ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി, ആന്യൂറ്റീസ്, കൺസിഡറേഷൻ ഫോർ ആന്യൂറ്റി ഗ്രാൻഡഡ്, claim paid on reinsurance accepted, claim received on reinsurance ceded, interest, dividend, അതുപോലെയുള്ള എക്സ്പെൻസസ്, ഇൻകംസ്, ഇൻകം ടാക്സ് പെയ്ഡ്, കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ്, കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ്, കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ്, സാലറി, ഡയറക്ടേഴ്സ് ഫീ, ഓഡിറ്റ് ഫീ, അതർ എക്സ്പെൻസസ്, ഇന്ററിം ബോണസ് പെയ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, രജിസ്ട്രേഷൻ ഫീ. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, റവന്യൂ അക്കൗണ്ട് പൂർണ്ണമായിട്ട് ആദ്യം ക്ലാസ് ഒന്ന് കാണുക, അതിനുശേഷം എഴുതിയെടുക്കാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്താൽ മതി. കാരണം ഒരൊറ്റ ഷീറ്റിലായിട്ട് റവന്യൂ അക്കൗണ്ട് മൊത്തം കാണിക്കല് പ്രായോഗികമായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഏരിയ ആയിട്ട് അങ്ങനെ പോകാം. ആദ്യം നമുക്ക് നോക്കാം റവന്യൂ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്നുള്ള രീതിയിൽ എന്താണ്. ഫസ്റ്റ് ഇതാ ഫോം എ വരുന്നു. ഫോം A6 എന്നാണ് നമ്മുടെ റവന്യൂ അക്കൗണ്ട് എഴുതുന്ന രീതി. പിന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ പേര് കൊടുക്കുക, പിന്നെ പീരീഡ് ഒക്കെ വെച്ചിട്ട് റവന്യൂ അക്കൗണ്ടിന്റെ ഒരു ഹെഡിങ് റവന്യൂ അക്കൗണ്ട് എന്നുള്ള രീതി കൊടുക്കുക. ഫസ്റ്റ് ആയിട്ട് നമുക്കറിയാം, അതിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ നമുക്കറിയാം എന്താണ്, അത് പ്രീമിയം ഏൺഡ് നെറ്റ് ആണ്. പ്രീമിയം ഏൺഡ് നെറ്റ് ആണ്. പിന്നെ നമുക്ക് റീഇൻഷുറൻസ് സീഡഡ്, അക്സെപ്റ്റഡ്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. നമുക്ക് നോക്കാം. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ്, ഇത്രയും കാര്യങ്ങളൊക്കെ. അപ്പൊ പ്രീമിയം ഏൺഡ് എങ്ങനെയാന്ന് നോക്കാം. പ്രീമിയം റിസീവ്ഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, നിങ്ങൾക്കും ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. പ്രീമിയം ഓൺ ഡയറക്റ്റ് ബിസിനസ്, ഇതാണ് നമ്മുടെ പ്രീമിയം ഏൺഡ് എന്ന് പറയുന്ന 50,60,000 രൂപ. അത് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു. അതേ പ്രീമിയം റിസീവ്ഡിൽ വരുന്ന എമൗണ്ട്. ഓക്കെ, അതിന് ശേഷം നമുക്ക് 50,60,000 ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ടോട്ടൽ പ്രീമിയം അത് അതുപോലെ തന്നെ കൊടുത്തു. നമ്മൾ ആ പ്രീമിയം എന്നുള്ളത് പ്രീമിയം ഏൺഡ് നെറ്റിൽ ഫസ്റ്റ് പ്രീമിയം ആണ്. ആ പ്രീമിയം 50,60,000. ഓക്കെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീമിയം ഏൺഡ് നെറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ നെറ്റ് ഫിഗർ ആണ് കേട്ടോ. അത് ടോട്ടൽ നമ്മൾ ഇവിടെ എഴുതും. അതിന്റെ ഹെഡിങ് ആണ് പ്രീമിയം ഏൺഡ് നെറ്റ്. അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഒരു 3 കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം. അടുത്തത് റീഇൻഷുറൻസ് സീഡഡ് ആണ്. ക്വസ്റ്റ്യൻ നോക്കുക. റീഇൻഷുറൻസ് സീഡഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ. 2,70,70,000 റീഇൻഷുറൻസ് സീഡഡ്. ഈ ഒരു എമൗണ്ട് ആണ് പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡഡ്. ഈ എമൗണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു. അതുപോലെ തന്നെ പ്രീമിയം ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ് ഉണ്ട് 12,20,000. ഈ 3 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. റീഇൻഷുറൻസ് സീഡഡ് കണ്ടു, അതുപോലെ അക്സെപ്റ്റഡും കണ്ടു. സീഡഡ് ഇതാ ഇവിടെ 2,70,000, അതുപോലെ തന്നെ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ് 12,20,000. അത് രണ്ടും റെക്കോർഡ് ചെയ്തു. സീഡഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഷുറൻസ്, മറ്റൊരു ഇൻഷുറൻസ് കമ്പനിക്ക് എന്ത് ചെയ്തതാണ്, നമ്മുടെ ഇൻഷുറൻസ് കൊടുത്തതാണ്. ഈ ഒരു കേസ് ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, പല ഇൻഷുറൻസ് കമ്പനികളുണ്ടാവും. അവര് എന്ത് ചെയ്യും, ഇതുപോലെ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഈ വ്യക്തികളെടുത്തുനിന്ന് ഈ ഒരു ഇൻഷുറൻസ് കമ്പനി പലപ്പോഴും എന്ത് ചെയ്യും, ഓരോ വ്യക്തികളെടുത്തുനിന്ന് ഇൻഷുറൻസ് പ്രീമിയം എന്നുള്ള രീതിയിൽ വാങ്ങും. ഒരു പക്ഷേ ഇത്തരം ഇൻഷുറൻസ് കമ്പനികൾ വേറെ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ വലിയൊരു ഇൻഷുറൻസ് കമ്പനിയിൽ അവരെ ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോ വ്യക്തിനെ ഇൻഷുർ ചെയ്തതാണ്. അതുപോലെ ഇൻഷുറൻസ് കമ്പനികളെ ഇൻഷുർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മറ്റു വലിയ ഇൻഷുറൻസ് കമ്പനികളായിരിക്കും പലപ്പോഴും ഏറ്റെടുക്കുക. അത്തരം സമയങ്ങളിലാണ് നമ്മൾ ഈ ഒരു ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യണം, പ്രീമിയം ചെയ്യേണ്ടി വരും, പ്രീമിയം കൊടുക്കേണ്ടി വരും. അതിനാണ് സീഡഡ് എന്ന് പറയുക. ഇനി നേരെ മറിച്ച്
ചില ഇൻഷുറൻസ് കമ്പനികൾ എന്ത് ചെയ്യും ഇതുപോലെ അവർക്ക് സീഡറും ഉണ്ടാവും, അതുപോലെ തന്നെ റീ ഇൻഷുറൻസ് മറ്റു ഇൻഷുറൻസ് കമ്പനി ഇതിലും ചെറിയ ഇൻഷുറൻസ് കമ്പനി ഉണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും പ്രീമിയം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതായത് ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് തന്നെ മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടാനും അതുപോലെ തന്നെ വ്യക്തികളെടുത്ത് കിട്ടുന്നതിന് സാധാ പ്രീമിയം എന്ന് വിളിക്കും. അത് സാധാ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുന്നതാണ്. ഇനി ഈ ഇൻഷുറൻസ് കമ്പനി ഇതിനെ ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും മറ്റു വലിയ ഇൻഷുറൻസ് കമ്പനീൻ്റെ അടുത്ത് പോകും, അതിനെ സീഡഡ് എന്ന് പറയും. അതുപോലെ തന്നെ ഇതൊരു ഇടത്തരം ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ അത്തരം ഇൻഷുറൻസ് കമ്പനീൻ്റെ അടുത്ത് വേറെ ചെറിയ ഇൻഷുറൻസ് കമ്പനികളൊക്കെ എന്ത് ചെയ്യും അവരെ അടുത്ത് വന്നിട്ട് പിന്നെ അവരെ ഇൻഷുർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനാണ് അക്സെപ്റ്റഡ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് പ്രീമിയം അവർക്ക് ഇങ്കാണ്, ഈ സീഡഡ് എന്ന് പറയുന്നത് അവർക്ക് എന്താണ് എക്സ്പെൻസസ് ആണ്. അതൊന്ന് മനസ്സിലാക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് പ്രീമിയത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സീഡഡ് എന്ത് ചെയ്യുന്നത് എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ നെഗറ്റീവ് ഫിഗറിൽ കാണുന്നത്. അപ്പൊ ഇത് മൂന്നും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 60,10,000 രൂപ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആണ് വേണ്ടത്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പം എന്തൊക്കെയാണ് വരുന്നത്? ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വരുന്ന ഐറ്റംസ് ഒക്കെ ഒന്ന് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് കണ്ടു? ഇതാ കാണുന്ന ഈ ഒരു ഐറ്റം ഒരു മിനിറ്റ്, ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ആൻഡ് റെന്റ്, ഈ രീതിയിലാണ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് നമ്മൾ ആ ഷെഡ്യൂൾ കാണിച്ച സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഷെഡ്യൂൾ എന്തൊക്കെ വരിക എന്നുള്ളത്. അപ്പൊ ഈ 1,60,60,000 രൂപയാണ് നമുക്ക് എന്ത് വരുന്നത് ഇൻകം ഫ്രം വരുന്നത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഈ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഇങ്ങോട്ട് കൊണ്ടുപോവാണ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. ഇനി പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 10,000 ആണുള്ളത്. ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട് 10,000. അത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഉള്ളത് അതർ ആണ്. അതർ ഇൻകം എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തത് കൺസിഡറേഷൻ ഫോർ ആനുറ്റി ഗ്രാൻഡ്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. ക്വസ്റ്റ്യനിൽ നമ്മൾ തന്നിട്ടുണ്ട് കൺസിഡറേഷൻ ഫോർ ആനുറ്റി ഗ്രാൻഡ് 8,70,000, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീ 13,000. ഇങ്ങനെ ഈ ഒരു 3 ഐറ്റംസ് ആണുള്ള രജിസ്ട്രേഷൻ ഫീ, അതുപോലെ തന്നെ കൺസിഡറേഷൻ ഫോർ ആനുറ്റി ഗ്രാൻഡ് 8,70,000. അത് നമ്മൾ അതുപോലെ റെക്കോർഡ് ചെയ്തു. ഇപ്പൊ ഈ 60,10,000 1,60,000, 10,000, 8,70,000, 30,000 എല്ലാം ആഡ് ചെയ്ത് വരുമ്പോൾ 7,60,000 70,60,000 എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. 70,60,000 അത് ടോട്ടൽ എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം റെക്കോർഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ നമുക്ക് കിട്ടിയ ഐറ്റംസ്, ഞാൻ കുറച്ച് ഐറ്റംസ് ഇതിന്റെ മെയിൻ സാധനങ്ങളൊന്ന് ഈ ഫോം എ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇനി വരുന്നത്. കാരണം നമ്മളെ ഒറ്റ സ്ലൈഡിൽ എല്ലാം കൂടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഓക്കെ, അപ്പൊ എത്തിയത് ഇവിടെയാണ് 70,60,000. ഇനി നമുക്ക് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അത് ഷെഡ്യൂൾ നമ്പർ 2-ല്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഷെഡ്യൂൾ നമ്പർ 3-ല് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, കമ്മീഷന്റെ ഷെഡ്യൂൾ എങ്ങനെ വരുന്നത്? കമ്മീഷൻ പെയ്ഡ്, അതുപോലെ തന്നെ കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണോ കമ്മീഷൻ നമ്മൾ പേ ചെയ്യാല്ലേ, പേ ചെയ്യുന്നതാണ് നോർമലി ഉണ്ടാവുക. അപ്പൊ നമുക്ക് നോക്കാം. കമ്മീഷൻ പെയ്ഡ് സാധാരണഗതിയിൽ നമുക്ക് ആരെങ്കിലും ഇൻഷുറൻസ് ഏജന്റുമാര് നമ്മൾ എടുത്തു വന്നിട്ട് നമുക്ക് ആസ് എ ബിസിനസ് എന്നുള്ള രീതിയിൽ നമ്മളെടുത്ത് എന്ത് ചെയ്യാണ് പ്രീമിയം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കാര്യങ്ങൾ കൊണ്ടുവരുന്നെങ്കിൽ അവർക്ക് നമ്മൾ പേ ചെയ്യുന്നതാണ് നോർമലി കമ്മീഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മള് പിന്നെ വേറെ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിനെ നമ്മൾ ഇൻഷുർ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനി നമുക്ക് ഇൻഷുറൻസ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് മറ്റുള്ള അവർക്ക് താങ്ങാത്തതിന്റെ പേരിലാണ്. അപ്പൊ ഇവിടെ ഒരു അഗ്രിമെന്റ് പ്രകാരം ഇവർക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇവർക്ക് നമ്മൾ കമ്മീഷൻ കൊടുക്കണം. ഇൻഷുറൻസ് മറ്റുള്ള വ്യക്തികളുടെ ആണല്ലോ ഇവര് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഈ കമ്മീഷൻ റീഇൻഷുറൻസ് അക്സെപ്റ്റ് ചെയ്തതിന്റെ കമ്മീഷനും നമുക്ക് എന്താണ് ചെലവാണ്. എന്നാൽ നേരെ മറിച്ച് നമ്മളെ വേറൊരു ബിസിനസ്സിൽ എന്ത് ചെയ്യാണ് ഇൻഷുറൻസ് കമ്പനീന്റെ അടുത്ത് പോയിട്ട്
റീഇൻഷുറൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തുണ്ട്, റീഇൻഷുറൻസ് സീഡ് ചെയ്തതിന് നമുക്ക് എന്താണ് കമ്മീഷൻ കിട്ടുക ചെയ്യുക, കമ്മീഷൻ റിസീവ് ചെയ്യുക ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷൻ എക്സ്പെൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ടോട്ടൽ ഇത് രണ്ടും, ആദ്യത്തെ രണ്ടെണ്ണം എന്താണ്, ഇവിടെ വ്യക്തികളുടെ അടുത്ത് നിന്ന് കിട്ടുന്നതിന് നമ്മൾ കൊടുക്കുക ചെയ്യുന്നത് ആർക്ക്, ഏജന്റുമാർക്ക്. അതുപോലെ തന്നെ ഇവിടെ കമ്പനികളുടെ അടുത്ത് നിന്ന് വരുന്നതിന് നമ്മൾ കമ്മീഷൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, കൊടുക്കേണ്ടതുണ്ട്. അത് രണ്ടും നമുക്ക് എക്സ്പെൻസ് ആണ്, അത് ടോട്ടൽ ചെയ്യാം. നേരെ മറിച്ച് നമ്മൾ സീഡഡ് എന്ന് പറഞ്ഞ മറ്റൊരു ഇൻഷുറൻസ് കമ്പനി കൊടുക്കുമ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കമ്മീഷൻ റിസീവ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ കുറക്കുക. ഈ രീതിയിലാണ് കാൽക്കുലേഷൻ വേണ്ടത്. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത്. ഓക്കെ, കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ്. ഓക്കെ, ഈ കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് എടുക്കുക. അതുപോലെ തന്നെ പിന്നുള്ളത് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ് കാണുന്നു. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ് 2,80,000. അതുപോലെ തന്നെ കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ് 3 ഐറ്റംസ് ഇത് അവിടെ കാണുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് 3,16,000, 2,10,000 കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ്. അതുപോലെ തന്നെ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ് ഇത് അതിൻ്റെതായ കോളങ്ങളിൽ കൃത്യമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ 3,16,000, റീഇൻഷുറൻസ് അക്സെപ്റ്റഡ് 2,10,000. അതുപോലെ തന്നെ കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ് 1 lakh. അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ലെസ് ചെയ്യണം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനില് ഇത് 2,10,000 അല്ല, അതൊന്ന് ശ്രദ്ധിക്കണേ, രണ്ടും ടൈപ്പ് ചെയ്തതിലുള്ള ഒരു മിസ്സിംഗ് ആണ്. ഇത് എന്താണ് 1 lakh ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ 4,26,000 ആണ് നമ്മുടെ ടോട്ടൽ എമൗണ്ട് വരുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണേ, ഇവിടെ വരുന്നത് റീഇൻഷുറൻസ് സീഡഡ് വരുന്നത് എന്താണ് 1 lakh ആണ്, 1 lakh ആണ്, സോറി. ഇവിടെ 1 lakh ആണ് വരുന്നത്. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധയിലുണ്ടാവുക. ഓക്കെ, അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇനി നമ്മൾ ആ എമൗണ്ട് 4,26,000 നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ അതുപോലെ റെക്കോർഡ് ചെയ്യാണ്. 4,26,000 കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇത് നമ്മൾ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് സെയിം എമൗണ്ട് കൊണ്ടെടുത്തതാണ്. ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന് ഷെഡ്യൂൾ കൊടുക്കുക. ഏതൊക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമുക്ക് നോക്കാം. എന്താണ്, സാലറി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, ഡയറക്ടർ ഫീ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, ഓഡിറ്റ് ഫീ എന്താണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, അതർ എക്സ്പെൻസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സാലറി, ഡയറക്ടർ ഫീ, ഓഡിറ്റ് ഫീ, അതർ എക്സ്പെൻസ്. അത് നോക്കുക നമുക്ക്. അതുപോലെ 1,70,000 സാലറി ഇവിടെ കാണുന്നില്ല, 1,70,000, ഡയറക്ടർ ഫീ 60,000, ഓഡിറ്റ് ഫീ 10,000, അതർ എക്സ്പെൻസ് 6,000. എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 2,46,000 ആണ് വരുന്നത്. അത് നമ്മൾ അതുപോലെ റെക്കോർഡ് ചെയ്തു. പിന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് മറ്റു കാര്യങ്ങളൊന്നും, ബാഡ് ഡെപ്റ്റ് ഒന്നും ക്വസ്റ്റ്യൻ ഇല്ല. പക്ഷെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യം ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഇൻകം ടാക്സ് ഇതാ ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നിട്ടുണ്ട്. 16,000 ആണ്, 16,000 രൂപ. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഇൻകം ടാക്സ് പെയ്ഡുമായി ബന്ധപ്പെട്ട് 16,000, ഇതൊന്ന് കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കി ചെയ്യാണ് റവന്യൂ അക്കൗണ്ട്, അതൊന്ന് മനസ്സിലാക്കുക. ഇനി സംസാരിക്കുന്നത് സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് പ്ലേ ബാക്ക് ഓപ്ഷൻ കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി എന്താണ് 16,000 നമ്മൾ കൊടുത്തത് ഇവിടെ കാണുന്നു. ഇനി നമ്മൾ ടോട്ടൽ ബി, ഏതാ ടോട്ടൽ ബി, കമ്മീഷനും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ബാഡ് ഡെപ്റ്റ്, ഇൻകം ടാക്സ്, ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 6,88,000 ഉണ്ട്. ഇനി നമ്മൾ ടോട്ടൽ ബി ആണ് ചെയ്യേണ്ടത്, അത് ബെനിഫിറ്റ് പെയ്ഡ് ആണ്. അതായത് ബെനിഫിറ്റ് എങ്ങനെ പേ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെനിഫിറ്റ് അല്ല, നമ്മുടെ ഇൻഷുറൻസ് കമ്പനികൾ വ്യക്തികൾക്ക് കൊടുക്കുന്നതിനാണ്. അതായത് അവരുടെ ഇൻഷുറൻസ് സം ഇൻഷുർഡ് കൊടുക്കുന്നതാണ്. ആ എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ബെനിഫിറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞ് ഷെഡ്യൂൾ 4 ശ്രദ്ധിക്കണം. നമ്മുടെ ഷെഡ്യൂൾ ഒന്നാമത്തത് പ്രീമിയം ആണ്, രണ്ടാമത്തെ കമ്മീഷൻ, മൂന്നാമത്തെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, നാലാമത്തതാണ് ബെനിഫിറ്റ് പെയ്ഡ്. ഇതിനിടയിൽ വരുന്ന ഐറ്റത്തിനൊന്നും ഷെഡ്യൂളുകൾ ഇല്ല, അത് പ്രത്യേകം ഓർക്കുക. ബെനിഫിറ്റ് പെയ്ഡ് എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. ഷെഡ്യൂളിൽ ബെനിഫിറ്റ് പെയ്ഡ് ഓരോന്ന് നോക്കാം. എന്തൊക്കെയാണ്, ഒന്നാമത്തെ ക്ലെയിം ബൈ ഡെത്ത് കാണുന്നുണ്ടല്ലോ, ക്ലെയിം ബൈ ഡെത്ത്. രണ്ടാമത്തത് ക്ലെയിം ബൈ മെച്യൂരിറ്റി. മൂന്നാമത്തത് ആന്യൂറ്റി. നാലാമത്തെ ക്ലെയിം ഓൺ റീഇൻഷുറൻസ് സീഡഡ്, അതുപോലെ തന്നെ അക്സെപ്റ്റഡ്. ഇങ്ങനെ എല്ലാ ഐറ്റംസും കാണുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു, ക്ലെയിം ബൈ ഡെത്ത്, ക്ലെയിം ബൈ മെച്യൂരിറ്റി, ആന്യൂറ്റി, ക്ലെയിം പെയ്ഡ് ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ്, ക്ലെയിം റിസീവ്ഡ് ഓൺ റീഇൻഷുറൻസ് സീഡഡ്.
ശ്രദ്ധിക്കുക, സീഡഡിൽ നമുക്ക് ക്ലെയിം എന്ത് ചെയ്യാണ് കിട്ടുക ചെയ്യുക. കാരണം നമ്മൾ പ്രീമിയം കൊടുത്തിട്ടുണ്ടെങ്കിൽ സീഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു ബിസിനസ്സിന് കൊടുക്കുന്നല്ലേ, അപ്പൊ ആ എമൗണ്ട് നമ്മൾ കുറച്ച് കാണിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എമൗണ്ടുകൾ ഓരോന്നും എടുത്തെഴുതി. സീഡഡ് എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ ചെയ്യുക, അതിന് ക്ലെയിം നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുക, മറ്റതൊക്കെ നമ്മൾ കൊടുക്കുക ചെയ്യുക. അതുകൊണ്ട് തന്നെ ക്ലെയിം റിസീവ് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യണം, സീഡഡിൻ്റെ നമ്മൾ സെപ്പറേറ്റ് നെഗറ്റീവ് ബാലൻസ് ആയി കാണിക്കുക. ക്ലെയിം ബൈ ഡെത്ത് അതുപോലെ തന്നെ എല്ലാം കൂട്ടി സീഡഡ് കുറച്ച് കിട്ടുന്നത് 48,40,000. ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, 48,40,000 നമ്മളിവിടെ റെക്കോർഡ് ചെയ്യാം. ഇനി ഇന്റർവ്യൂ ബോണസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ നോക്കുക. ഇന്റർവ്യൂ ബോണസ് പെയ്ഡ് 76,000 കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഈ 76,000 നമ്മൾ എന്ത് ചെയ്യാം, അവിടെ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, 76,000 ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റു കാര്യങ്ങളൊന്നും ക്വസ്റ്റ്യനിലില്ല. അതുകൊണ്ട് തന്നെ ഈ ബെനിഫിറ്റ് പെയ്ഡും ഇന്റർവ്യൂ ബോണസും കൂടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 49,16,000 കിട്ടും. ഇപ്പൊ ഇനി നമ്മൾ ടോട്ടൽ എയിൽ നിന്നും ബി കുറച്ച് സി കുറച്ച് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ 14,59,000 അതായത് സർപ്ലസ് എന്ന് വിളിക്കുന്നത്. 14,59,000. ഇതിൽ നിന്നും നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ നോക്കുക എന്തൊക്കെയാണ് വരുന്നത്. 14,59,000 ഷെയർ ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതർ റിസർവുകൾ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ബാലൻസ് വരുന്നതിനാണ് ബാലൻസ് ബീങ് ഫണ്ട് ടു അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇവിടെ ഷെയർ ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനില്ല. അതുകൊണ്ട് സെയിം ബാലൻസിന് ബാലൻസ് വരിക. അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ അതിന് നമ്മൾ അപ്രോപ്രിയേഷന്റെ ടോട്ടൽ 14,59,000 എന്ന് പറയുന്നു. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്കുണ്ട്. അവിടെ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഐറ്റംസ് ഉള്ള ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഒരു തവണ കണ്ടിട്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കായിരിക്കും നന്നാവുക. ഓക്കെ, വേറെ കൂടുതലൊന്നും പറയാനില്ല. നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, തൽക്കാലം അവസാനിപ്പിക്കാം.